വയനാട് തുരങ്കപാതയ്ക്കെതിരായ പൊതുതാൽപര്യ ഹർജികൾ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി വ്യാഴാഴ്ച വാദം കേൾക്കും. സമാന വിഷയം മറ്റൊരു ബെഞ്ച് പരിഗണിക്കുന്നുണ്ടെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. അതേ ബെഞ്ചിലേക്ക് വിഷയം വിടണോ എന്ന കാര്യവും പരിഗണിക്കും. സാലി തുടരുകയാണ്. സാലി, വയനാട് തുരങ്കപാതയ്ക്കെതിരായ പൊതുതാൽപര്യ ഹർജികൾ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി വ്യാഴാഴ്ച വാദം കേൾക്കും. സമാന വിഷയം മറ്റൊരു ബെഞ്ച് പരിഗണിക്കുന്നുണ്ടെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. അതേ ബെഞ്ചിലേക്ക് ഈ വിഷയം വിടണോ എന്ന കാര്യം കോടതി പരിഗണിക്കും. വയനാട് തുരങ്കപാത പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജികളാണ് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. സാലി തുടരുകയാണ്. സാലി, എന്തൊക്കെയാണ് ഈ വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിലുണ്ടായത്? അതായത് വയനാട് തുരങ്കപാത നിർമ്മിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ചോദ്യം ചെയ്തുകൊണ്ട് ഏതാനും ഹർജികൾ ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. അത് പൊതുതാൽപര്യ ഹർജികളാണ് വന്നിരുന്നത്. അപ്പൊ ഈ ഹർജി തന്നെ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവും എതിരഭിപ്രായം പ്രകടിപ്പിച്ചു. അപ്പോൾ അതിൽ വാദം കേൾക്കാനാണ് ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം. മാത്രമല്ല, ഇതേ സ്വഭാവമുള്ള മറ്റൊരു ഹർജി മറ്റൊരു ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട്. അക്കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ ഇനി തീരുമാനിക്കപ്പെടണം. ഒന്ന്, ഹർജി നിലനിൽക്കുമോ എന്ന കാര്യം. ഈ കേസുകളെല്ലാം, ഈ വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട ഹർജികളെല്ലാം ഒരേ ബെഞ്ചിലേക്ക് തന്നെ വിടണോ? ഈ രണ്ട് കാര്യങ്ങളിലാണ് തീരുമാനമെടുക്കേണ്ടത്. അത് കോടതി തീരുമാനം എടുത്തിട്ടില്ല. അതിനുവേണ്ടി വ്യാഴാഴ്ച വാദം കേൾക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയാണ് ഇപ്പോൾ ഒടുവിലത്തെ ഹർജി കൊടുത്തിരിക്കുന്നത്. ആ ഹർജി അടക്കം എല്ലാം ഒരു ബെഞ്ചിലേക്ക് വിടണോ അതോ ഹർജി നിലനിൽക്കുമോ? ഈ രണ്ട് കാര്യങ്ങളിലും കോടതി വ്യാഴാഴ്ച തീരുമാനം പറയും. സാലിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.